എൻ്റെ മോള് നിന്നോട് ക്രൂരമായിട്ട് പെരുമാറിയതുകൊണ്ട് നിനക്കിപ്പോ നിന്റെ വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റുന്നില്ലല്ലേ? അതിപ്പോ എന്തായാലും സംഭവിച്ചു പോയില്ലേ, പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഗാഥ ചെയ്ത കാര്യം ഒരിക്കലും ഞാൻ ന്യായീകരിക്കില്ല. നിന്നെ ദ്രോഹിക്കണമെന്ന് ഒരിക്കലും എന്റെ മനസ്സിലുണ്ടായിട്ടില്ല കേട്ടോ. എനിക്കതറിയാം. ഞാനിപ്പോ നിന്നോട് ആവശ്യപ്പെടാൻ പോകുന്നത് ഒരു നാണംകെട്ട കാര്യ. ഗാഥ മേഡം കൃഷ്ണയ്ക്ക് പകരം അവിടെയാണല്ലോ. പക്ഷെ കളരിക്കിൽ നിന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അവിടേക്ക് തിരിച്ചെത്തിയേ പറ്റൂന്ന്. ആ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്യാമെന്ന് മാം വാക്ക് കൊടുക്കുകയും ചെയ്തു. അതെങ്ങനെ പറ്റും? പ്രത്യേകിച്ച് ഗാഥ കാല് വയ്യാതെ കിടക്കുമ്പോ. അതുകൊണ്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്. കളരിക്കൽക്കാരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ എന്റെ മനസ്സിൽ വേറെ ഒരു മാർഗവും ഇല്ല കുട്ടി. ഒരിക്കൽ കൂടി ഗാഥയ്ക്ക് പകരം നീ പോവോ? മാഡം എന്തേ പറയുന്നേ? ഇനി അതൊന്നും പറയണ്ട മാഡം. എന്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കരുണയില്ലാതെ ഞാൻ ആട്ടി ഓടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും എന്റെ മകളുടെ ജീവിതം നിലനിർത്താനായിട്ട് എനിക്ക് നിന്നെ ആവശ്യമായിരുന്നു. അപേക്ഷിച്ചും ഭീഷണിപ്പെടുത്തിയും ഒക്കെ ഞാൻ പിന്നെ നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചു. ഇതിപ്പോ ഭീഷണിയൊന്നുമല്ല, ഒരു അപേക്ഷയാ. ഗാഥമോളുടെ കാലൊന്ന് ശരിയാവുന്നത് വരെ കുറച്ചു ദിവസം നീ കളരിക്കൽ അവൾക്ക് പകരം ചെന്ന് നിന്നേ പറ്റൂ. എന്നെ ഒന്നും ഹെൽപ്പ് ചെയ്യില്ലേ മോളെ? നാണമില്ലേ മേഡം നിങ്ങൾക്ക്? നിങ്ങളുടെയൊക്കെ തൊലിക്കെട്ടി സമ്മതിക്കണം. കൃഷ്ണയുടെ മുമ്പിൽ ഇതും പറഞ്ഞു വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ആരെ ഓർത്ത അവൾ വരേണ്ടത്? അവള് നിങ്ങളുടെ സ്വന്തം മകളാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ നിങ്ങളെ ഓർത്തിട്ടോ? അതോ ഇവളെ കൊല്ലാൻ വന്ന നിങ്ങളുടെ മകളെ ഓർത്തിട്ടോ? ഗോപാലമ്മ, നീ ഒന്നും മിണ്ടാതിരിക്കോച്ചേ.